ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഹരിപ്പാട് പരിപ്പുവടയും സുലൈമാനിയും ചലഞ്ച് നടത്തി. കാർത്തികപ്പള്ളി ചിങ്ങോലി പഞ്ചായത്തിൽ 5-ാം വാർഡ് സ്വദേശിയായ ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥന്റെയും ഗർഭാശയ സംബന്ധമായ അസുഖബാധിതയായ ഭാര്യയുടെയും രോഗിയായ മകന്റെയും അടിയന്തര ചികിത്സയ്ക്കും ജീവനോപാധിക്കും തുക കണ്ടെത്തുവാനായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. കാർത്തികപ്പള്ളി ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ പള്ളിപ്പറമ്പിൽ പടിയിറ്റതിൽ എന്ന വീട്ടിൽ ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥന്റെയും ഗർഭാശയ സംബന്ധമായ അസുഖബാധിതയായ ഭാര്യയുടെയും രോഗിയായ മകന്റെയും അടിയന്തര ചികിത്സയ്ക്കും ജീവനോപാധിക്കും തുക കണ്ടെത്തുന്നതിനായാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഹരിപ്പാട് പരിപ്പുവടയും സുലൈമാനിയും ചലഞ്ച് നടത്തിയത്. 1-ാം തരം പരിപ്പുവട കഴിക്കുവാനും ഇഞ്ചിയും പുതിനയിലയും ഇട്ട് തിളപ്പിച്ച കട്ടൻ ചായ കുടിക്കുവാനും നിരവധി പേരെത്തി. മാധവ ജംഗ്ഷനിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ചലഞ്ച് നടത്തിയത്. ചെറുതും വലുതുമായ തുക ഇതിലൂടെ ശേഖരിച്ചു. തുക ശേഖരിച്ച വഞ്ചിയുടെ താക്കോൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈവശമാണ് ഉള്ളത്. 1,22,120 രൂപ ലഭിച്ചുവെന്ന് ചലഞ്ചിന് നേതൃത്വം നൽകിയ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 2 മാസം തുടർച്ചയായ 7-ാമത്തെ ചലഞ്ച്. ഈ 7 ചലഞ്ചിൽ കൂടി 10 കുടുംബങ്ങളുടെ കണ്ണുനീര് ഒപ്പുവാൻ, അവർക്കൊരു കൈത്താങ്ങാകുവാൻ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് സാധിച്ചു. കപ്പലണി ചലഞ്ച്, ഉണ്ണിയപ്പൻ ചലഞ്ച്, മോരും വെള്ളം ചലഞ്ച്, ഭിക്ഷാ ചലഞ്ചിൽ കൂടിയൊക്കെ അതിശയമാണ് നടന്നത്. നടുവ് തളർന്നു കിടക്കുന്ന ഒരു അമ്മയെ സഹായിക്കുവാൻ, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കരളലിയിക്കുന്ന രംഗമാണ് ഭിക്ഷാ ചലഞ്ചിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ പെട്ടികളൊക്കെ പൊട്ടിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഈ പറഞ്ഞ തുക ഈ അമ്മയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 7-ാമത്തെ ചലഞ്ചാണ് ഇത്. അനിത, സുജിത്, മിനി ശ്രീജേഷ്, സിബി ജോർജ്, അജി, ശ്രീജിത്ത് പത്തിയൂർ, അപ്പുണ്ണി എന്നിവരും നേതൃനിരയിലുണ്ടായിരുന്നു. പല കണ്ണുനീരും പല ദുഃഖത്തിൻ്റെ കഥകളുമായി നിങ്ങളുടെ മുമ്പിൽ സർബത്ത് ചലഞ്ചായും ദോശ ചലഞ്ചായും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ സഹകരിക്കണം. CDNet ന്യൂസ് ഹരിപ്പാട്.